ഹായ് ഫ്രണ്ട്സ്, UKG ക്രിസ്മസ് എക്സാമിന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ചിത്രത്തിൻ്റെ സഹായത്തോടെ ഉത്തരം എഴുതുക. എല്ലാ എക്സാമിനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ സാധാരണ വരാറ്. റൈറ്റ് സൈഡിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ചിത്രങ്ങൾ നോക്കിയിട്ട് ഈ ചോദ്യത്തിന് ആൻസർ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദ്രൻ്റെ ആനയുടെ പേര് എന്താണ്? ഐരാവതം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മരുഭൂമിയിലെ വാഹനം. ആൻസർ എന്താണ്? ഒട്ടകം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ദേശീയ മൃഗം. ആൻസർ കടുവ. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ജഷം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രോഗം വരുമ്പോൾ നാം കഴിക്കുന്നത് എന്താണ്? രോഗം വരുമ്പോൾ നാം കഴിക്കുന്നത് ഔഷധം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ആൻസർ എടുത്ത് എഴുതണം. എക്സാമിന് ഉറപ്പായി ചോദിക്കാവുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് അക്ഷരം തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ആ അക്ഷരം നോക്കി ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. ചിലപ്പോൾ തരാൻ ചാൻസ് ഇല്ല, നമ്മളത് പിക്ചർ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള വിട്ടുപോയ അക്ഷരം എടുത്തെഴുതണം. ഫസ്റ്റത്തെ ഏതാണ് വിട്ടുപോയത്? ഇത് നമുക്കറിയാം, കടുവയുടെ പിക്ചറാണ്. അപ്പോൾ ഏതാണ് വിട്ടുപോയ അക്ഷരം? ക. ഇത് ചക്കയുടെ പിക്ചറാണ്. വിട്ടുപോയ അക്ഷരം ഏതാണ്? ച. ഇവിടെ ഒരു മുഖത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? ഖ, മുഖം. പിന്നെ ഇവിടെ ഗരുഡൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. വിട്ടുപോയ അക്ഷരം ഏതാണ്? ഘ. ജനലിൻ്റെ പിക്ചറാണ്. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? ഝ. ഇത് ഡക്കയുടെ പിക്ചറാണ്. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഢ. പിന്നെ നെക്സ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിത്രം നോക്കി പേരെഴുതുക. ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അടിയിൽ നമ്മൾ അതിൻ്റെ പേര് എഴുതണം. ചിത്രം ഏതാണ്? കുട. അപ്പം നമ്മളിവിടെ കുട എന്ന് എഴുതണം. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? ഞണ്ട്. ഞണ്ട് എന്ന് നമ്മൾ എഴുതണം. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? മേഘം. മേഘം. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? അരണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കി ആദ്യ അക്ഷരം എഴുതുക. അപ്പോൾ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ടായിരിക്കും, അതിൽ വിട്ടുപോയ ആദ്യ അക്ഷരം നമ്മൾ എഴുതണം. ഫസ്റ്റ് പിക്ചർ ഏതാണ്? എലി. അപ്പോൾ നമ്മളിവിടെ വിട്ടുപോയ അക്ഷരം ഏതാണ്? എ. സെക്കൻഡ് പിക്ചർ ഏതാണ്? ഏണി. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? എ. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? ഓല. അപ്പോൾ വിട്ടുപോയ അക്ഷരം ഏതാണ്? ഓ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് സ്വരാക്ഷരങ്ങൾ എഴുതാനാണ്. കുട്ടികളെ കറക്റ്റായിട്ട് എഴുതാൻ പഠിപ്പിക്കണം. നെക്സ്റ്റ് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. കക്ക ഗംഗങ്ങ, ചച്ച ജന്നന്ന, ടട്ടഡന്നന്ന. ഇത്രയും പോർഷൻസാണ് UKG കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ എഴുതാനും കുട്ടികൾക്ക് അറിയണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.